Watch India's largest kids library only on Jio Hotstar. Download the app now. ഇതെന്താണ് ചെയ്യുന്നത്? ഞാനല്ലോ അവനാണ് ഇട്ടത്, ഞാനല്ലോ. ഇപ്പൊ ശരിയാക്കിട്ട് വരാം. അവിടെ നിക്കണം. അല്ല ഞാൻ ഈ കളറുള്ള മേഘ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അല്ല, ഇത് മുഴുവൻ ബാങ്കിൽ പടർന്നു കയറുകയാണല്ലോ. ഇതെന്താ ലോക്കർ എങ്ങനെ തുറന്നത്? ആരെങ്കിലും പോലീസിനെ വിളിക്കണേ. ബാങ്ക് അടിച്ചു. ആരെങ്കിലും പോലീസിനെ വിളിക്കണേ. ആരെങ്കിലും പോലീസ് എവിടെ നിന്ന് വന്നാ മതി. അതെ, എവിടുന്ന ഇത്രയും കളറുകൾ വരുന്നേ? ഇത്രയും കളർ പൊടി ഇടല്ലേ, വേണ്ടെന്ന് പറഞ്ഞില്ലേ? ലഡു സിംഗ് സാറ് ബാങ്ക് കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു. എന്ത്? ഞാൻ ഇവിടെ ഉള്ളപ്പോ മോഷണം നടന്നു? എവിടെയാണ് മോഷണം നടന്നത്? ആദ്യം എന്റെ ഈ ബാഗ് ഒന്ന് പിടിച്ചേ. ഇതിനകത്ത് എനിക്ക് എന്റെ ബാഗ് മോഷണം പോയല്ലോ. ആരത് ചെയ്തെന്ന്? സാറ്, ഒരു പിങ്ക് കളറുള്ള മേഘം വന്നിട്ട് ഈ എല്ലാ പണങ്ങളും ഒട്ടിച്ചോണ്ട് പോയി. അതെ സാറേ, അതെ. ആ കള്ള മേഘം വന്നിട്ട് എന്റെ ബാഗ് അടിച്ചോണ്ട് കൊണ്ടുപോയി. അവന്മാരെ ഞാൻ വെറുതെ വിടില്ല. ഹലോ ശിവ, ഗുലാൽ മേഘ കള്ളന്മാര് വന്നിട്ട് ബാങ്കിലെ പണം മൊത്തം മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുകയാണ്. എന്റെ ബാഗും കൊണ്ടുപോയി. എങ്ങോട്ടാണ് തള്ളിക്കറി ഓടിക്കറണത്? കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ എന്നാണ് എന്റെ പേര്. ഞാനുണ്ട് ശിവ. താങ്ക് യു ലഡു സിംഗ് സാർ. ആ ക്ലൗഡിന്റെ അകത്ത് ഒരാളുണ്ടെന്ന് എനിക്ക് തോന്നി, പക്ഷെ കാണുന്നില്ലായിരുന്നു. എവിടെ പോയി ആ കള്ള മേഘങ്ങൾ? അവന്മാർക്ക് അറിയില്ല ഈ ലഡു സിംഗ് എത്ര അപകടം പിടിച്ചവനാണെന്ന്. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ കള്ളന്മാര് മോഷ്ടിക്കാൻ വന്നാൽ അവിടെയുള്ള അമ്മമാര് പറയും. ലഡു സിംഗ് സാർ, മതിയാക്ക്, അയാൾ പോയി. Congratulations, boss.
കണ്ടോ വിചിത്ര സിംഗന്റെ ഒരു കഴിവ്. ഞാൻ ഉണ്ടാക്കിയ സാധനം കണ്ട സൂപ്പർ അല്ലേ? ആർക്കും കണ്ടുപിടിക്കാനാവില്ല മോഷ്ടിക്കണത് ആരാണെന്ന്. ഇനി ഹോളിയുള്ള അത്രയും ദിവസം ഇവിടത്തെ ബാങ്കുകളെല്ലാം കൊള്ളയടിച്ച് ഈ ഗുലാബ് ഗാങ് ഒറ്റയടിക്ക് പറന്നങ്ങ് പോണം. മനസ്സിലാവണുണ്ടോ? Yes, boss. അത് കാണാനായിട്ട് ഗുലാലിന്റെ ക്ലൗഡ് പോലെ ഉണ്ടായിരുന്നു. അതിനകത്ത് നിന്ന് എന്നെ ആരും അടിക്കുകയും ചെയ്തു. അതിന്റെ അർത്ഥം അതിന്റെ അകത്ത് ആരും ഉണ്ടെന്നല്ലേ? തീർച്ചയായിട്ടും കാണും. പക്ഷേ ഞാൻ ആരെയും കണ്ടില്ല. അകത്തും കാണാൻ പറ്റിയില്ല, പുറത്തും കാണാൻ പറ്റിയില്ല. അപ്പൊ അത് തീർച്ചയായിട്ടും ഏലിയൻ തന്നെയാണ്. എനിക്കറിയാം, ഏലിയൻ തന്നെയാണത്. ഇവനെ ഏത് സമയം നോക്കിയാലും ഏലിയൻ ഏലിയൻ എന്നുള്ള ഒരു വിചാരേ ഉള്ളൂ. ഞാൻ എന്റെ ഗ്രാമത്തിൽ ഹൈഡൻസിക്ക് കളിക്കുന്ന സമയത്തുണ്ടല്ല, എന്നെ ആർക്കും കാണാൻ പറ്റില്ലായിരുന്നു. അതെന്താ? ഞാൻ രാത്രി ഇരുട്ടിലെ കറുത്ത തുണിയാണ് ഉടുത്തിരുന്നത്. പിന്നെ ഫേസിൽ മുഴുവനും കരിപുരട്ടുമായിരുന്നു. അപ്പൊ ഇരുട്ടിലെ പിന്നെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. ഓ, എന്റെ ആദ്യം ഭയങ്കര മിടുക്കനാണ്. ഭയങ്കര ഇന്റലിജന്റ് ആണല്ലോ. കള്ളന് ഇത് തന്നെയായിരിക്കും ചെയ്യുന്നത്. എന്താ അപ്പൊ എല്ലാരും കറുത്ത തുണി എടുത്ത് ഫേസിൽ കരിപുരട്ടുവോ? അല്ലല്ല, അയാൾ ആ ഗുലാലിന്റെ അകത്ത് നിറം ഇട്ടിട്ട് അതിന്റെ ഒപ്പം തന്നെ സഞ്ചരിക്കുന്നു. അങ്ങനെയാകുമ്പോ മറ്റാർക്കും അയാളെ കാണാൻ പറ്റില്ലല്ലോ. യു ജീനിയസ്. കുട്ടിക്കാലം മുതലേ ഞാൻ ഭയങ്കര ടാലന്റ് അല്ലേ. പക്ഷെ ഇതിന്റെ അഹങ്കാരം എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല കേട്ടാ. ലഡ്ഡു സിംഗ് സാർ എല്ലാം ഒളിച്ചു നിന്ന് കേക്കുവാ. വരൂ, നമുക്കൊന്ന് കളിയാക്കാവല്ലോ. അതെ, കള്ളനെ പിടിക്കാനുള്ള രഹസ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതെ, ഒന്ന് ഉറക്കം പറഞ്ഞോടെ. ഇവിടെ നിന്നോണ്ട് എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. നമ്മൾ എല്ലാരും ശ്രദ്ധിക്കണം. ഹോളി ആഘോഷമാണ്. അവരിവിടേക്ക് വന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കില്ല, അത് തീർച്ചയാണ്. ലഡ്ഡു സിംഗ് സാർ ഇപ്പൊ വരും. പ്ലാൻ ചെയ്തതുപോലെ നിങ്ങൾ അതാത് സ്ഥലത്ത് നിൽക്കണം. ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് വേഗം വരാം. ഓക്കെ ശിവ. എന്റെ കടയിലെ പണമെല്ലാം മോഷിച്ചോണ്ട് പോകുന്നേ. അയാളെ പിടിക്ക്, അയാളെ പിടിക്ക്, കള്ളൻ. കള്ളന്മാരെ, ഇത്തവണ നിങ്ങളെ ഞാൻ പോകാൻ അനുവദിക്കില്ല. നിങ്ങൾ ആരായാലും ശരി, മര്യാദക്ക് പുറത്തേക്ക് വന്നോ. യു ആർ അണ്ടർ അറസ്റ്റ്. അല്ല, ശിവ എവിടെ പോയി? ഇങ്ങോട്ട് വരാനാ എന്നോടൊക്കെ പറഞ്ഞത്. ചിലപ്പോ വന്നോണ്ടിരിക്കുന്നുണ്ടാവില്ല ലഡ്ഡു സിംഗ് സാർ. സാറിന് ഒരു കാര്യം അറിയോ? അത് ശരിക്കും മേഘമൊന്നുമല്ല, അതിന്റെ അകത്ത് ആളുണ്ടെന്നേ. മനസ്സിലായോ? ഓക്കെ, ഞാൻ ഇപ്പൊ തന്നെ അവിടെ പോയി നോക്കട്ടെ. എന്റെ പരിധിയിൽ മോഷണമോ? വന്നേ, ലഡ്ഡു സിംഗിനോടൊപ്പം ഫൈറ്റ് ചെയ്യ്. കമോൺ. എന്റെ തൊപ്പി രക്ഷിക്കണേ. ശിവ, എന്നെ വേഗം രക്ഷിക്കേ. വേഗം വന്നേ. അതെ, അകത്താരെങ്കിലും ഉണ്ടോ? അകത്താരെങ്കിലും ഉണ്ടോന്നാ ചോദിച്ചേ. ശിവ, നീ അങ്ങോട്ട് നോക്കിയേ. ആ കാണുന്ന ആൾക്കാരെല്ലാം ആ ഗുണ്ടയുടെ ആൾക്കാരാണെന്ന് തോന്നുന്നു. അവര് ഹോളിന്ന് പറഞ്ഞ് വെറുതെ അഭിനയിക്കാണ്. വേണമെങ്കിൽ കണ്ടോ, ഞാൻ അവിടേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും അവരെന്നെ തടയാൻ നോക്കും. അങ്കിൾ, നിങ്ങൾ ആരായാലും ശരി, മര്യാദയ്ക്ക് പുറത്തേക്ക് വാ. കേട്ട കുട്ടി എന്റെ പുറകിന്ന് മാറണല്ലോ. ഏതായാലും എന്റെ റോബോട്ടിൽ ഒരു ഫ്ലൈയിങ് മോഡ് ഉള്ളതൊന്നും അല്ല കാര്യം. ഇനി കാണ് ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന്.
പറക്കുന്നോ? ആരാണ് ഈ ചെക്കൻ? പോലീസാണോ, ആർമിയാണോ, ഡിറ്റക്റ്റീവ് ആണോ? ഇപ്പൊ ഒരു പാഠം പഠിപ്പിക്കാം. ഹലോ ലഡു സിംഗ് സാറേ, അയാളെ ഇവിടെ കാണുന്നില്ല. എന്റെ അമ്മോ, അപ്പൊ ഇയാളെ കാണാനും പറ്റില്ല. പക്ഷെ ഇയാൾ അടിച്ചടിച്ച് എല്ലാരും ദൂരെ തെറിപ്പിക്കുകയാണല്ലോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഹോളി കളിക്കുന്ന സമയത്ത് ഞാൻ കണ്ണടയിട്ടുണ്ടാ പോയിരുന്നത്. കണ്ണില് കളറ് കയറുകയില്ല, എല്ലാം തെളിഞ്ഞ് കാണാനും സാധിക്കുമായിരുന്നു. ഐഡിയ കൊള്ളാം. ആ കണ്ണാടി എന്റെ കയ്യിലുണ്ടല്ലോ. കൊള്ളാം, ഐഡിയ മനോഹരമായിരിക്കുന്നു. അതി നീ ഒരു ഇന്റലിജന്റ് ആണ്. കണ്ണാടി ഇടുമ്പോൾ എനിക്ക് ശരിക്കും കാണാൻ പറ്റും അകത്ത് ആരാ ഉള്ളതെന്ന്. സൂപ്പർ സൂപ്പർ. അതെ, ഞാനും ഇത് തന്നെയാണ് പറയാൻ വന്നത്. വന്നേ. അതെ. നിങ്ങളുടെ ഈ ഒച്ചത്തുള്ള സംസാരം കാണാൻ ഞാൻ പേടിച്ച് താഴെ വീണത്. എന്റെ ലഡു സിംഗ് സാറേ, പെട്ടെന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് ഒന്ന് അറിയിച്ചിട്ട് വന്നൂടെ? ഞാൻ ഈ വഴിക്ക് പോയിക്കൊണ്ടിരിക്കായിരുന്നു. അപ്പൊ എനിക്കൊന്ന് പറയാൻ തോന്നി. നമുക്ക് എല്ലാവർക്കും ഒരു കണ്ണാടിടാം, അപ്പൊ ശരിക്കും കാണുമല്ലോ. ലഡു സിംഗ് സാറേ, നിങ്ങൾ ഒരു ജീനിയസ് ആണെന്നേ, ജീനിയസ്. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ വരെ എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത്. ലഡു സിംഗിന്റെ പേര് വെറുതെ അല്ല ഫേമസ് ആയതേ. ഹലോ ലഡു സിംഗ് സാറേ, ഹോളി ആശംസകൾ. ഏയ്, ഓടിക്കോ. ഇവിടുന്ന് പോയിക്കോളാൻ. ഹോളി ആശംസകളൊന്നും വേണ്ട, ഒരു ആശംസകളും വേണ്ട. മര്യാദക്ക് പോയിക്കോ. പെടറാം, ശിവയ്ക്കൊന്ന് വിളിച്ചു പറ. ഇവിടെ വന്നിരിക്കുന്നു, അവന്മാരിങ്ങോട്ട് വന്നിരിക്കുന്നു. നമ്മുടെ പോലീസ് സ്റ്റേഷൻ ഇപ്പൊ തൂത്തുവാരും. അത് ഞാൻ അനുവദിക്കില്ല. അല്ലല്ലേ, വേണ്ട വേണ്ട, നല്ലല്ലെന്ന് പറഞ്ഞില്ലേ? വിട വിട, എന്നെ വിടാൻ. ഒന്ന് മതിയാക്ക്. എല്ലാം കൊണ്ടുപോയി, ഒന്നും ഇവിടെ വിട്ടുവെച്ചില്ല. ഇതൊക്കെ കൊണ്ടുപോയി നിങ്ങൾ എന്ത് കാണിക്കാണ് പറ? വെറുതെ പോലീസുകാരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി കെട്ടിയെടുത്തിരിക്കുന്നു. അല്ല പിന്നെ ഞാൻ വെറുതെ വിടില്ല. ഞാൻ ശിവയ്ക്ക് വിളിച്ചു പറയും, അവൻ നിങ്ങളൊരു പാഠം പഠിപ്പിക്കും. ശിവ, ശിവ, ആ മേഘക്കള്ളന്മാരിങ്ങോട്ട് വന്ന് പോലീസ് സ്റ്റേഷൻ മൊത്തം തൂത്തുവാരി പോയി, ഒന്നും ബാക്കി വെച്ചില്ല. കാര്യങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അവനെ ശരിക്കും ഒരു പാഠം പഠിപ്പിച്ചിട്ടേ കാര്യമുള്ളൂ. മര്യാദയ്ക്ക് നീ സറണ്ടർ ആവൂ, ബുലാൽ ചോർ. അവിടെ നിൽക്കൂ അങ്കിൾ. നിങ്ങളുടെ ഹോളി കളിയൊക്കെ ഒരുപാട് കൂടിയിട്ടുണ്ട്. ഏയ് കുട്ടി, മര്യാദക്ക് വഴിന്ന് മാറാനാ പറയുന്നത്. എന്റെ മുമ്പിൽ നീ ഒരു കുന്തവുമല്ല. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. എന്റെ അമ്മോ, ഇത് റോബോട്ടാണ്.
അടിക്ക്. വിടരുത് അവന്. ആ ചെക്കനെ പോകാൻ അനുവദിക്കരുത്. പിടിക്കവന്. ശിവ, ഞാൻ ഈ വീലി പിടിച്ചോണ്ട് ഇവരോടൊപ്പം ഫൈറ്റ് ചെയ്തോളാം. നീ ഈ കൈ കൊണ്ട് ഫൈറ്റ് ചെയ്താ മതി. അല്ല എവിടെ പോയി ഇവന്മാരൊക്കെ കിടക്കണോ? ഈ കുട്ടിയെ ഒന്ന് ആരെങ്കിലും തടയുവോ? എന്റെ ബോസേ, അടി വാങ്ങിച്ച് ഞങ്ങളുടെ ഊപ്പാട് ഇളകി. ഇനി തല്ലുകൊള്ളാനുള്ള ശേഷിയൊന്നുമില്ല. എടോ, ബോസ് വെറുതെ തല്ലിയുള്ള കണ്ടിട്ട് സഹിക്കുന്നില്ല. നമുക്ക് പോയി ഒന്ന് സഹായിച്ചാലോ? ചെന്ന് സഹായിക്കേ. നിങ്ങള് കുട്ടികളായിട്ട് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ആളുകളെ വഞ്ചിച്ച് മോഷ്ടിക്കാനായിട്ട് നിങ്ങൾക്കൊക്കെ നാണയില്ലേ? നിർത്തു, ഒന്നും നിർത്തു. എന്നെ ഒന്നും ചെയ്യല്ലിനി. ഇനി എനിക്ക് അടി കൊള്ളാൻ വയ്യ. റോബോട്ടിന്റെ കയ്യിൽ നിന്ന് തോറ്റില്ലെങ്കിൽ പിന്നെ എന്റെ കയ്യിൽ നിന്ന് എങ്ങനെയാ തോക്കുക നീ? വേണ്ട, വിട്ടേക്ക്. എനിക്കിനി ഒരു വഴക്കുമില്ല. ഞാൻ വിചാരിച്ചു ഇവിടെ നിന്നെല്ലാം മോഷ്ടിച്ചിട്ട് കടന്നു കളയാമെന്ന്. പക്ഷെ നീ എന്റെ റോബോട്ടിനെ തകർത്ത് കളഞ്ഞില്ലേ? പിന്നെ എന്റെ ഹോളിയോടുള്ള ഉത്സാഹം നീ തകർത്ത് തരിപ്പണാക്കിയില്ലേ? ഇനി വന്നേ നമുക്ക് ജയിലിലേക്ക് പോകാം. അവിടെ ചെന്ന് ഹോളി പൗഡർ തെളിച്ച് തെളിച്ച് നമുക്ക് ആഘോഷിക്കാം. കളർ പൗഡർ ഇട്ട് നിന്നെ ഒന്ന് ശരിക്ക് പെരുമാറണം. നിങ്ങളൊക്കെ ചേർന്ന് തന്നെ ശരിക്കിട്ട് തല്ലിയിട്ടുണ്ട്. വന്നേ, വരാൻ. കളർ പൗഡർ തീർന്നു കഴിഞ്ഞാ ലത്തിയോണ്ട് തല്ലി തല്ലി നിങ്ങളുടെ ശരീരം മുഴുവനും ഞാൻ ചുവന്ന കളറാക്കാം. വേടാറാം, നീ ചെന്നാ 10ാം നമ്പർ ലത്തി വേഗം റെഡിയാക്കി വെക്ക്. ഓക്കെ സാർ. വേണ്ട. Watch India's largest kids library only on Jio Hotstar. Download the app now.